ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒപ്പം ഫറാസ് എണീറ്റിട്ടുണ്ട് മദ്രസയിൽ പോകാനുള്ളതുകൊണ്ട്. അപ്പോൾ അതേ ഞങ്ങളിങ്ങനെ കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. 5:30 ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇരുട്ടാണ് പുറത്തൊക്കെ. അപ്പോൾ അതാ കിച്ചണിലേക്ക് പോവുകയാണ്. ഫറാസ് ഡോറൊക്കെ തുറന്നു തരികയാണ് കേട്ടോ. സാധാരണ ഫറാസിനെ കുറേ നേരം ഇരുന്ന് വിളിക്കണം, പക്ഷേ ഇന്ന് എൻ്റെ ഒപ്പം എഴുന്നേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചായക്ക് കടി ഭൂരിയും വെള്ളക്കടല കറിയാണ് കേട്ടോ. അപ്പോൾ കടല ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടല ആദ്യം തന്നെ വേവിച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ വിസിലൊക്കെ പോയിട്ട് വേണ്ടേ നമുക്ക് കറി ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യം തന്നെ കടല വെള്ളത്തിയിട്ടത് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടൊക്കെയാണ് ഞാനിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം അങ്ങോട്ട് കുറേ നടക്കണം റൂമിലേക്ക് പോകാൻ. അപ്പം ഞാൻ അവരൊക്കെ വിളിച്ചെണീപ്പിച്ച് കുളിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കുളിച്ച് കഴിഞ്ഞിട്ടാണ് ചായയൊക്കെ മദ്രസയിൽ പോയി വന്നിട്ടേ കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതേ കടല വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഞാൻ ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. വെള്ളം വെച്ചിട്ടാണ് പിന്നെ ഞാൻ അരി കഴുകിയിട്ടിടുന്നത്. റൈസ് കുക്കറിലാണ് വെക്കണത് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ ഇനി അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ മദ്രസയിൽ പോകാൻ ടൈമായപ്പോൾ അവർ പോവുകയാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ മദ്രസ, മതിലിൻ്റെ അപ്പുറത്ത് തന്നെയാണ്. ഫറാസ് സൈക്കിളിന് പോകുമെന്ന് പറഞ്ഞ് സൈക്കിൾ എടുക്കുകയാണ്. അപ്പോൾ അവരൊക്കെ പോയിട്ട് പിന്നെ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടാണ്. ഇനി നമുക്ക് കടലക്കറിയിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. ഇന്ന് ഉച്ചക്കൽക്കുള്ള കറിക്ക് മീനുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊന്നെടുത്ത് പുറത്ത് വെക്കണം കേട്ടോ. അയിലപ്പാരയാണ്. ഇതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ഇതിൽ ചതച്ച് വെക്കണുണ്ട് കേട്ടോ. പിന്നെ സവാള ചെറുതാക്കിയിട്ടാണ് നമുക്ക് അരിയേണ്ടത്. അപ്പം ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കടലയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ചോറ് അവിടെ തിളക്കാനായിട്ടുണ്ട്.
അപ്പോൾ കടല ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കണം. കറി ഉണ്ടാക്കാനായിട്ട് പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, എന്നിട്ട് ചെറിയ കഷ്ണം പട്ട, 2-3 കുരുമുളക്, ഏലക്കായ ഒരെണ്ണം, പിന്നെ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചോറ് തിളച്ചപ്പോൾ ഞാൻ ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഇനി ആ സവാളയൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ അപ്പുറത്തെ അടുപ്പിൽ നമ്മളുടെ ബൂരി കുഴക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് പച്ചമണക്കം മാറുന്ന വരെ വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് തക്കാളി അരച്ചതോ അരിഞ്ഞതോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ ആ ചോപ്പറിൽ ഇട്ടിട്ടൊന്ന് കറക്കിയെടുത്തതാണ്. അപ്പോൾ അതേ നമ്മളുടെ ബൂരി ഉണ്ടാക്കാനുള്ള പൊടി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പകുതി മൈദപ്പൊടിയും പകുതി ആട്ടപ്പൊടിയാണ് കേട്ടോ എടുക്കണത്. അപ്പോൾ അത് ആട്ടപ്പൊടിയാണിത്. ഇത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈദപ്പൊടിയും 2 കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെ ചെറിയൊരു കയ്യിലിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാ ഉപ്പും ചേർത്തിട്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 4 കപ്പ് പൊടിയിലേക്ക് 2 കപ്പ് വെള്ളം കേട്ടോ. സെയിം കപ്പിൽ തന്നെയാണ് എടുക്കണത്. വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണത്. തിളച്ച വെള്ളം ഞാൻ ഫുഡ് പ്രോസസ്സറിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പാത്രത്തിലേക്ക് തന്നെ പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സ്പൂൺ വെച്ചിട്ട്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് പൊടി കുഴക്കാനുള്ള ആ ഒരു ടൂൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടി കുറച്ചിട്ട് കൊടുക്കുക. ഞാൻ കുറേശ്ശെ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തെടുക്കണത്. കൂടുതൽ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒടിഞ്ഞങ്ങാൻ പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ സവാള ഇതൊക്കെ നന്നായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതേ നമ്മൾ തിളപ്പിച്ച വെള്ളം കുറച്ചാണ് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊടി കുഴക്കുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറേശ്ശെ. അപ്പോൾ അതേ ഇവിടെ എല്ലാ പൊടിയും കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ് കേട്ടോ. 2 കപ്പ് പൊടിയാണെങ്കിൽ 1 കപ്പ് വെള്ളം, അങ്ങനെയാണ് അളവ് ഞാൻ എടുക്കാറ്. പിന്നെ ഇനി ഓരോരുത്തരുടെ പൊടിക്കൊക്കെ അനുസരിച്ചിട്ട് മാറ്റം വരാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ പൊടിയൊക്കെ പോയതൊക്കെ തുടച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരുമിച്ച് ആക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് ഞാൻ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പൊരിക്കണ നേരത്ത് ബോൾസ് ആക്കിയിട്ട് അങ്ങനെ പരത്തിയെടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് അപ്പം തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതേ കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ കറിയിൽക്കും എല്ലാത്തിൽക്കുള്ള ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതാ കടലക്കറിയിൽക്കുള്ള മസാലയിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം കൂടിപ്പോയി, കുഴപ്പമില്ല. നമുക്കിതിൽ നിന്ന് കുറച്ച് കടലയും അതിൻ്റെ വെള്ളവും കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയിൽ കിട്ടും കേട്ടോ കറി. അപ്പോൾ അതേ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഉപ്പ് പോരാന്ന് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം.
അപ്പോൾ പിള്ളേർ മദ്രസ വിട്ട് വരാനായപ്പോൾ ഞാൻ ബൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ് കേട്ടോ. അവിടെ ബെല്ലടിക്കണത് ഇവിടെ കേൾക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൂരി ഞാനിടും പറഞ്ഞിട്ട് ഫറാസ് വന്നതാണ് കേട്ടോ. ഇട്ടപ്പോൾ മടങ്ങിപ്പോയി. അപ്പോൾ ഞാൻ മേടിച്ച് രണ്ടാമത് ഇട്ടതാണ്. അപ്പോൾ അതാ നല്ല ബൂരി നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടും. നല്ല ക്രിസ്പി ഉണ്ടാവും നമ്മൾ റവ ചേർത്തോണ്ട്. അപ്പോൾ ബൂരിയൊക്കെ റെഡി ആയപ്പോൾ അവർക്ക് ഞാൻ ഓരോരുത്തർക്കായിട്ട് കൊടുത്തിട്ടാ. അപ്പോൾ ഫിസാനായിട്ട് ആദ്യം പോണത്. മറ്റൊരു ബസ് ഇവിടെ വരും. അവൻ്റേത് റോട്ടിലേ വരുള്ളൂ കേട്ടോ. അപ്പോൾ അവൻ ആദ്യം പോവാണ്. ഏകദേശം ടൈമൊക്കെ കണക്ക് തന്നെയാണ് കേട്ടോ. 2 കൂട്ടരെയും വണ്ടി വരുന്നത്. അവരൊക്കെ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ രണ്ടാളും ചായ കുടിച്ചിട്ടാ. കണ്ടില്ലേ ബൂരി നേരത്തെ ഉണ്ടാക്കി വെച്ചാണ്. അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മളുടെ കടലക്കറി. ഇപ്പോൾ ഇതാ മീനൊക്കെ ഐസൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി കറിക്കൊക്കെ അരച്ചിട്ട് വേണം ഇത് നന്നാക്കി എടുക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇത് അയില മുറിക്കണ പോലെ നല്ല ഈസിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പണി പാളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പച്ചക്കറി വെക്കാനായിട്ട് പരിപ്പ്, പിന്നെ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. മുരിങ്ങയുടെ ഇലയാണ് കറി വെക്കണത്. അപ്പോൾ ഇത് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി മുരിങ്ങയുടെ ഇല ഒന്ന് നന്നാക്കി എടുക്കണം.
അപ്പോൾ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പരിപ്പിൻ്റെ വിസിലൊക്കെ പോയി വരുമ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കണം കഴുകിയിട്ട്. ഇനി മീൻ മീൻ കറിയിൽക്കും പച്ചക്കറിയിൽക്കൊക്കെ ഉള്ള തേങ്ങ വേണം. അപ്പം അതിനായിട്ട് ഞാൻ തേങ്ങ വിളിക്കാൻ പോവാണ് കേട്ടോ. അപ്പം നവാസ്ക്ക് അവിടെ വന്നിട്ട് ഇങ്ങനെ വെള്ളമടിക്കുന്നുണ്ട്. തേങ്ങ വെള്ളം കുടിക്കാനുള്ള ഉത്സാഹത്തിൽ ഓടി വന്ന് തേങ്ങ പൊട്ടിച്ച് പകുതി മുക്കാലും വെള്ളം പുറത്ത് പോയിട്ടാ. എന്നാലും കിട്ടിയത് കുടിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ അതാ തേങ്ങയൊക്കെ ഞാൻ ചിരകിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പച്ചക്കറിയിൽക്ക് അരച്ചെടുക്കണം, എന്നിട്ടാണ് മീൻ കറിയിൽക്ക് അരക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ പരിപ്പും ഇതൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇല കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ തിളപ്പിക്കുള്ളൂ കേട്ടോ. തിളച്ച് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കണം. അതിനായിട്ട് ചെറിയ ഉള്ളി, വലിയ ജീരകം, പിന്നെ തേങ്ങ, ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ആദ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കടുകും ഉണക്കമുളകും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. വേപ്പില വേണ്ടല്ലോ, അത് ഓൾറെഡി ഇലക്കറിയല്ലേ. അപ്പോൾ അതുകൊണ്ട് മുളകും കടുകും മാത്രം താളിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പച്ചക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി മീൻ കറി ഉണ്ടാക്കണം. മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ തേങ്ങാപ്പാലിലാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തേങ്ങ 2 പ്രാവശ്യം അടിച്ച് പാലെടുക്കും കേട്ടോ. തേങ്ങാപ്പാലിലേക്ക് പച്ചമുളകും പിന്നെ ഉപ്പും പിന്നെന്താ കറിവേപ്പില, പുളിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അരപ്പുണ്ടാക്കാനായിട്ട് 2 തക്കാളി, പിന്നെ മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും മല്ലിപ്പൊടി 1 ടീസ്പൂണ്, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ കഷ്ണം വേണം. 2-3 അല്ലി വെളുത്തുള്ളി മതി. അതെല്ലാം കൂടെ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. മറ്റേ കുടപ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ അരപ്പും പാലും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് തീ ഓണാക്കി വെച്ചിട്ട് മീൻ മുറിക്കാൻ നിൽക്കുക. ആദ്യം തന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. മിക്സിയൊക്കെ കഴിഞ്ഞല്ല, അപ്പം ഇനി ഒന്ന് അത് എടുത്ത് വെക്കണം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മീൻ മുറിക്കാൻ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് മീൻ മുറിക്കാൻ നിന്നപ്പോഴല്ലേ വിവരം അറിഞ്ഞത് ഇത് അയില പോലത്തെ മീനല്ലാന്ന്. ഫുള്ള് ചെറിയ ചെതമ്പൽ. ഇതെങ്ങനെ നന്നാക്കുമെന്ന് ഒരു പിടി ഉണ്ടായില്ല കേട്ടോ. ഞാനാണെങ്കിൽ അവിടെ നമ്മൾ മീൻ കട്ട് ചെയ്തിട്ടല്ലേ വാങ്ങൽ. മീൻ മുറിച്ചിട്ട് തന്നെ കുറേ കാലമായി. ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോൾ മീൻ മുറിക്കൽ തുടങ്ങിയത്. ഈ ഒരു കുന്തം മീൻ മുള്ളൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ. എൻ്റെ കൈയൊക്കെ ആകെ മുറിഞ്ഞ്. അങ്ങനത്തെ ഒരു മീനായിരുന്നു. പിന്നെ ഓരോന്ന് മുറിച്ചാണ് ഞാൻ പഠിച്ചത് മുറിക്കാൻ. അതിൻ്റെ ആ തോലിങ്ങനെ ഒലിച്ചെടുക്കായിരുന്നു ചെതമ്പലെ പടി. അങ്ങനെ പിന്നെ 2-3 കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കഴുകി കറിയിലിടാം. കറിയൊക്കെ തിളച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കറിയിൽക്കുള്ളത് വേഗം 3-4 മുറിച്ചിട്ട് കറിയിലിട്ട് കൊടുത്ത്. എന്നിട്ട് പിന്നെ പൊരിക്കാനുള്ളത് സാവധാനം. അപ്പോഴത്തേനും ഞാൻ മീൻ മുറിക്കാൻ പഠിച്ചു കഴിഞ്ഞ്. അങ്ങനെ മീൻ മുറിക്കാൻ നിന്നിട്ട് കുറേ നേരം പോയി. അപ്പോൾ നമ്മളുടെ കറിയിലിടാനുള്ള മീനൊക്കെ കറിയിലിട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് തിളച്ച് വെന്ത് വരുമ്പോൾ നമുക്ക് കറി താളിച്ചെടുക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് മീൻ മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പൊരിക്കാനുള്ള മസാല തേക്കുകയാണ്. മസാല ഓൾറെഡി ഇവിടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് ഉപ്പും കൂടെ തേച്ച് കൊടുക്കുകയാണ്. മീൻ രാത്രി പൊരിക്കണുള്ളൂ കേട്ടോ എല്ലാവരും ഉള്ളപ്പോൾ. അതുകൊണ്ട് ഞാൻ മീനിങ്ങനെ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. പിന്നെ അതേ ഇവിടെയൊക്കെ ഒന്ന് തേച്ച് കഴുകിയിട്ടാ മീൻ മുറിച്ച് ആണല്ലോ. അപ്പോൾ അവിടെയൊക്കെ കഴുകി, സിങ്കും കഴുകി. കറി താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് ഉലുവ, പിന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് മൊരിയിച്ചെടുക്കുക. ലാസ്റ്റ് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് തീ ഓഫാക്കുക. എന്നിട്ട് ഇതിൽ കുഴച്ച് കൊടുക്കുക. മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ചോറിനുള്ള സമയമായപ്പോൾ ഞങ്ങൾ രണ്ടാളും ചോറ് തിന്നു. അതാ നമ്മളുടെ ചോറ്. അച്ചാറെടുത്തിട്ടുണ്ട്, കുറച്ച് ചമ്മന്തി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, പിന്നെ പച്ചക്കറിയും മീൻകറിയും പപ്പടവും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ തൃശ്ശൂരൊന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ചോറീറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റെഡിയായിട്ട് പോവുകയാണ് കേട്ടോ ചെയ്തത്. ഞാൻ പാൻ കാർഡിന് മുമ്പ് കൊടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ തൃശ്ശൂർ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പോകാനൊന്നും പറ്റിയില്ല. ഇപ്പോൾ ഏതായാലും നവാസ്ക് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് വാപ്പച്ചിനോട് വഴിയൊക്കെ ചോദിച്ചിട്ട് പോവാണ് കേട്ടോ. തൃശ്ശൂർ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി. പെട്ടെന്ന് തന്നെ സാധനം കിട്ടിയിട്ടാ. സാധനം അവിടെ ഓൾറെഡി ഞാൻ മുമ്പ് കൊടുത്തില്ലേ, അത് കൊടുത്ത് റെഡി ആയിരുന്നു. പക്ഷേ എനിക്ക് കൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൂ. അപ്പോൾ അത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കിട്ടി. പിന്നെ നെസ്റ്റോ തൃശ്ശൂരുണ്ടെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് വരുന്ന വഴി നെസ്റ്റോയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്ന്. വരുന്ന വഴി നാത്തൂൻ്റെ അടുത്ത് കയറിയിട്ടുണ്ടായിരുന്നു, നവാസ്കാടെ പെങ്ങളുടെ വീട്ടിൽ. അവിടെയും കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ടോ. ഇത് വരുന്ന വഴി ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ. പിന്നെ പെങ്ങളെ വീട്ടിൽ ഗുരുവായൂരാണ് കയറിയത്. അവിടെ നിന്ന് പിന്നെ വേഗം ഇറങ്ങുകയും ചെയ്തിട്ടാ. പിന്നെ തിരിച്ച് വീട്ടിലെത്തി. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മീൻകറിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, പച്ചക്കറിയും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്